ഹരിയാന പഞ്ചാബ് അതിർത്തിയിൽ ഒരു ഭാഗത്ത് ഹരിയാന പോലീസ് സർവ്വസജ്ജരായി നിൽക്കുന്നു. അവർ ഇന്ന് പുലർച്ചെ വരെ പ്രയോഗിച്ച ടിയർ ഗ്യാസ് ഷെല്ലുകളൊക്കെ താഴെ വീണ് കിടക്കുന്നത് കാണാം. നേരെ ഇപ്പുറത്ത് 100 മീറ്റർ എതിർഭാഗത്ത് നോക്കിയാൽ ആയിരക്കണക്കിന് കർഷകർ സമരസജ്ജരായി പ്രക്ഷോഭത്തിന് തയ്യാറെടുത്ത് നിൽക്കുന്ന കാഴ്ച. ഇതാണ് ഹരിയാന പഞ്ചാബ് അതിർത്തിയിലെ ശംഭുവിലെ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ച. ഇപ്പോൾ നടക്കുന്ന ചർച്ചയിൽ പരിഹാരമുണ്ടാകും, താങ്ങുവില ഉറപ്പാക്കി ലഭിക്കും, കാർഷിക കടങ്ങൾ എഴുതിത്തള്ളി കിട്ടും എന്നെല്ലാം കർഷകർ പ്രതീക്ഷിക്കുമ്പോൾ തിരഞ്ഞെടുപ്പിന് മുൻപ് ഈ സമരം വളരെ പെട്ടെന്ന് ഒത്തുതീർപ്പ് ആക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് കേന്ദ്ര സർക്കാരിനുള്ളത്. എന്തായാലും ഇവിടെ അതിർത്തിയിൽ ഇന്നലത്തേതിന് സമാനമായ അതിരൂക്ഷമായ സംഘർഷത്തിന്റെ കാഴ്ച ഇന്ന് കാണാൻ പറ്റിയിട്ടില്ല. मोदी साहब मना था कि हम लोग आपका एमएसपी पर गारंटी कराएंगे, उस पर वापस चलेगा, मुकर गया है वो दोबारा और बानी डानी को पूरा देश जरा बिक्री कर रहा है, इसलिए मोदी के पास उधर जा रहे हैं। रास्ते में हरियाणा का जो मुख्यमंत्री खट्टर है उसने ये बैरियर गेट लगाया है। हम ये सोचते हैं इन्होंने हमारे को आतंकवादी समझा है, ये आतंकवादी, हम आतंकवादी नहीं है, हम भारत के लोग हैं. തീവ്രവാദികളല്ല, ഞങ്ങൾ ഈ ഭാരതത്തിലെ ജനങ്ങളാണ് എന്നുകൂടി പറയുന്നുണ്ട് കർഷകൻ. എന്തായാലും നമുക്ക് ഒന്നുകൂടി ദൃശ്യങ്ങളിലേക്ക് പോകാം. അവിടെ പോലീസ് എന്തിനും തയ്യാറായി നിൽക്കുന്നു. താഴെ കങ്കർ നദി. ഇപ്പോൾ ഇപ്പുറത്താണെങ്കിൽ കർഷകർ സമരസജ്ജരാണ്. ഇന്നത്തെ ഈ ചർച്ചയുടെ തീരുമാനം എന്ത് എന്നതിനെ ആശ്രയിച്ചിരിക്കും സമരത്തിന്റെ ഭാവി എന്ത് എന്ന കാര്യം. ചർച്ച വിജയിക്കുകയാണെങ്കിൽ ഈ കർഷകരെല്ലാം തിരികെ വീട്ടിലേക്ക് പോകും. അതല്ല എങ്കിൽ എന്ത് വേണം, ഡൽഹിക്ക് മാർച്ച് ചെയ്യണമോ അതല്ല ഇവിടെ തുടരണമോ എന്ന കാര്യത്തിൽ കർഷകർ തീരുമാനമെടുക്കും. വൈശാഖ് ജയപാലിനൊപ്പം ശംഭു അതിർത്തിയിൽ നിന്ന് അനൂപ് ദാസ്, മാതൃഭൂമി ന്യൂസ്.